ഹലോ എവ്രിവൺ, വെൽക്കം ടു എക്സാം പോയിന്റ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 6ാം ക്ലാസ്സിലെ 9ാമത്തെ ചാപ്റ്ററായ ഹൗ മച്ച് ഓഫ് 100 എന്ന് പറയുന്ന ചാപ്റ്ററാണ്. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കിയിട്ടുണ്ടാവും, എന്താണ് ഹൗ മച്ച് ഓഫ് 100 അല്ലേ? അതായത് 100ൽ എത്ര എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ പെർസെൻറ്റേജ് എന്ന് കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ടല്ലേ? എന്താണ് പെർസെൻറ്റേജ്? അറിയില്ല അല്ലേ? അപ്പോൾ നമ്മൾ ഈ ചാപ്റ്ററിലൂടെ എന്താണ് പെർസെൻറ്റേജ് എന്തിനാണ് യൂസ് ചെയ്യുന്നത്, നമ്മുടെ ഡെയിലി ലൈഫിൽ എവിടെയൊക്കെ നമുക്ക് പെർസെൻറ്റേജ് വെച്ച് കണക്കുകൾ ചെയ്യാം എന്നൊക്കെ നമുക്ക് ഈ ചാപ്റ്റർ പഠിക്കുന്ന വഴി മനസ്സിലാക്കാം. അപ്പോൾ എല്ലാവരും ചാപ്റ്റർ പഠിക്കാൻ റെഡി അല്ലേ? ഓക്കെ, ചാപ്റ്റർ 9 ഹൗ മച്ച് ഓഫ് 100. ഓക്കെ, അപ്പോൾ നിങ്ങൾ പുറത്തൊക്കെ പോകുമ്പോൾ കടകളുടെയൊക്കെ ഫ്രണ്ടിൽ ഡിസ്കൗണ്ട് സെയിൽ, ഗ്രാൻഡ് സെയിൽ എന്നൊക്കെ എഴുതി വെച്ചിരിക്കുന്ന ബോർഡ് ശ്രദ്ധിച്ചിട്ടുണ്ടല്ലേ? അപ്പോൾ അങ്ങനെയുള്ള ബോർഡിൽ അവരെന്താണ് ഉദ്ദേശിക്കുന്നത്? അവരുടെ ഷോപ്പിലുള്ള ആ പ്രൊഡക്റ്റിൻ്റെ ഒറിജിനൽ വിലയിലേക്കാളും കുറച്ച് വില നമുക്ക് കുറവ് കിട്ടും അല്ലേ? അതുപോലെ ഒരു കടയുടെ പരസ്യമാണ് ഇവിടെ തന്നിരിക്കുന്നത്. ഇവിടെ നോക്കിക്കേ, ഗ്രാൻഡ് സെയിലാണ് ഫാൻ, ക്ലോക്ക്, അയൺ, CFL ബൾബ്, കുക്കർ, മിക്സർ, അങ്ങനെയുള്ള അവരുടെ ഷോപ്പിലെ കുറച്ച് പ്രൊഡക്റ്റുകളുടെ വില തന്നിട്ടുണ്ട്. പിന്നെ എന്താണ് അവർ പറഞ്ഞിരിക്കുന്നത്? ₹10 ഓഫ് ഓൺ എവരി ₹100. അതായത് ഓരോ 100 രൂപയ്ക്കും 10 രൂപ വെച്ച് കുറവ്. അതായത് എന്താ അവർ ഉദ്ദേശിക്കുന്നത്? അതായത് ഓരോ 100 രൂപ കൂടുന്നതിനനുസരിച്ച് എന്ത് ചെയ്യാം? 10 രൂപ കുറച്ച് നമുക്ക് അവർക്ക് കൊടുത്താൽ മതി. അപ്പോൾ ഇവിടെ നമ്മളൊരു ഫാൻ വാങ്ങിക്കുകയാണെന്ന് വിചാരിക്കുക. ഒരു ഫാനാണ് നമ്മൾ വാങ്ങുന്നതെങ്കിൽ ഫാനിൻ്റെ വില ഇവിടെ എത്രയാണ്? 1200 രൂപയാണല്ലേ? ഈ 1200 രൂപയിൽ എത്ര നൂറുകളുണ്ട്? എങ്ങനെ കണ്ടുപിടിക്കുക? അതായത് നമുക്ക് എന്ത് ചെയ്താൽ മതി? ഈ 1200 ബൈ 100 ചെയ്താൽ പോരെ? ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? സീറോസ് മുകളിലും താഴെയും കോമൺ ആയിട്ട് വരുന്നത് കട്ട് ചെയ്ത് കളയാം അല്ലേ? അങ്ങനെ ആകുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 12 കിട്ടും. അപ്പോൾ 1200 രൂപയിൽ എത്ര നൂറുകളുണ്ട്? 12 നൂറുകളുണ്ട് അല്ലേ? അങ്ങനെയാണെങ്കിൽ ആ 12 നൂറ് വന്നിട്ടുണ്ട്. ഒരു 100 രൂപയ്ക്ക് എത്ര രൂപ കുറവുണ്ട്? 10 രൂപ കുറവുണ്ട് അല്ലേ? അപ്പോൾ എത്ര രൂപയായിരിക്കും അവിടെ കുറവ്? 12 ഇൻറ്റു 10 ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 120 റുപ്പീസ് കിട്ടും. അപ്പം നമുക്ക് നമ്മുടെ ഫാനിൻ്റെ 1200 രൂപയിൽ എത്ര രൂപ കുറവ് കൊടുത്താൽ മതി? 120 രൂപ കുറവ് കൊടുത്താൽ മതി. അങ്ങനെയാണെങ്കിൽ എത്രയാണ് അവർ കൊടുക്കേണ്ട പൈസ? 1200 മൈനസ് 120 എത്ര കിട്ടും? 1080 റുപ്പീസ്. ഓക്കെ, ഇതെങ്ങനെയാണ് നമുക്ക് കിട്ടിയേ? നമ്മൾ 1200ൽ എത്ര നൂറുകളുണ്ടെന്ന് നോക്കി, എന്നിട്ട് എന്ത് ചെയ്തു? ആ ഒരു ആൻസറിനെ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു? 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ നമുക്ക് എത്ര കിട്ടി? 120 കിട്ടി. ഇനി അങ്ങനെയാണെങ്കിൽ ഒരു ക്ലോക്കാണ് ആ ഷോപ്പിൽ നിന്ന് വാങ്ങിക്കുന്നത് എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? ക്ലോക്കിന് എത്ര രൂപയാണ്? ക്ലോക്കിന് ഈ ഷോപ്പിൽ 500 രൂപയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 500 രൂപയിൽ എത്ര നൂറുകളുണ്ട്? എങ്ങനെ കണ്ടുപിടിക്കുക? 500 ബൈ 100 ചെയ്താൽ മതി അല്ലേ? അപ്പോൾ എന്ത് കിട്ടും? നമുക്ക് 5 കിട്ടും. അപ്പോൾ 5 നൂറുകൾ കൂടിയിട്ടാണ് നമുക്ക് എത്ര രൂപയാവുന്നത്? 500 രൂപയാവുന്നത്. ഇനി നമുക്ക് എത്ര രൂപ ഡിസ്കൗണ്ട് ഉണ്ട്? അതിനെന്ത് ചെയ്യാം? 5 ഇൻറ്റു 10 ചെയ്യാം. അപ്പോൾ എത്ര കിട്ടും? 50 കിട്ടും. അപ്പോൾ നമുക്ക് എത്ര രൂപയാണ് ഡിസ്കൗണ്ട്, കിഴിവ് കിട്ടിയിരിക്കുന്നത്? 50 രൂപയാണ് കിഴിവ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇനി എത്ര കൊടുത്താൽ മതി? ഒരു ക്ലോക്കാണ് നമ്മൾ അവിടെ നിന്ന് വാങ്ങിക്കുന്നുണ്ടെങ്കിൽ എത്ര രൂപ കൊടുത്താൽ മതി? 500 മൈനസ് 50 ചെയ്ത് കഴിഞ്ഞാൽ എത്ര കിട്ടും? 450 രൂപ കിട്ടും. അപ്പോൾ നമ്മൾ എത്ര രൂപ കൊടുത്താൽ മതി? 500 രൂപയുടെ ക്ലോക്കിന് നമ്മൾ 50 രൂപ കുറച്ച് 450 രൂപ കൊടുത്താൽ പോരെ? അപ്പോൾ ഡിസ്കൗണ്ട് സെയിൽ നല്ലതാണല്ലേ? നമുക്ക് ഒറിജിനൽ പ്രൈസിനേക്കാളും കുറവ് പ്രൈസ് കൊടുത്താൽ മതി. ക്ലിയർ ആയോ എല്ലാവർക്കും? അപ്പോൾ ഇനി നിങ്ങൾ പുറത്ത് പോകുമ്പോൾ ഇങ്ങനെ ഡിസ്കൗണ്ട് സെയിലൊക്കെ എഴുതി വെക്കുമ്പോൾ എത്ര രൂപ നമുക്ക് കുറവ് കിട്ടും എന്നൊന്ന് ആലോചിച്ച് നോക്കണം കേട്ടോ. ഓക്കെ, നിങ്ങൾ ലോൺസ് എന്ന് കേട്ടിട്ടുണ്ടോ? എന്താണ് ലോൺ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അതായത് നമുക്കിപ്പോൾ പൈസയ്ക്കൊക്കെ അത്യാവശ്യം വരുവാണെങ്കിൽ നമുക്ക് ആരാണ് പൈസ കടം തരുന്നത്? ബാങ്ക് തരുമോ അല്ലേ? ബാങ്ക് വെറുതെ പൈസ തരുമോ? ഇല്ല. നമ്മൾ ആ പൈസ തിരിച്ചു കൊടുക്കുമ്പോൾ നമുക്ക് ബാങ്കിൽ ഒരു എക്സ്ട്രാ എമൗണ്ട് അടയ്ക്കണം. അതായത് നമ്മൾ എടുത്ത പൈസേനേക്കാളും കുറച്ച് കൂടുതൽ എമൗണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ബാങ്കിലേക്ക് തിരിച്ചു കൊടുക്കുമ്പോൾ ചെയ്യണം. അപ്പോൾ അങ്ങനെയുള്ളൊരു കണക്കാണ് നമ്മളിനി ചെയ്യാൻ പോകുന്നത്. കോപ്പറേറ്റീവ് ബാങ്ക് ഓഫേഴ്സ് അഗ്രികൾച്ചറൽ ലോൺസ്. ഒരു കോപ്പറേറ്റീവ് ബാങ്ക് അഗ്രികൾച്ചറൽ ലോൺ കൊടുക്കുന്നുണ്ട്. ഇറ്റ് മസ്റ്റ് ബി പെയ്ഡ് ബാക്ക് ഇൻ 1 ഇയർ. എന്താ പറഞ്ഞിരിക്കുന്നത്? നമ്മൾ എടുക്കുന്ന പൈസ എത്ര വർഷത്തിനുള്ളിൽ തിരിച്ചടയ്ക്കണം? 1 വർഷത്തിനുള്ളിൽ തിരിച്ചടയ്ക്കണം. ആൻഡ് ഫോർ എവറി 100 റുപ്പീസ് 12 റുപ്പീസ് മോർ ഷുഡ് ബി ഗിവൺ. എന്താ അവിടെ പറഞ്ഞിരിക്കുന്നത്? ഓരോ 100 രൂപയ്ക്കും 12 രൂപ കൂടുതൽ നമ്മൾ ആർക്ക് കൊടുക്കണം? തിരിച്ചു കൊടുക്കുമ്പോൾ ആ ബാങ്കിന് കൊടുക്കണം.
അപ്പോൾ ഇവിടെ കുറച്ച് പേര് അവരെടുത്ത എമൗണ്ടും നമുക്ക് ടേബിളിൽ തന്നിട്ടുണ്ട്. നമുക്ക് എന്താ കണ്ടുപിടിക്കണ്ടേ? കാൽക്കുലേറ്റ് ഹൗ മച്ച് ഈ ഷുഡ് പേ ബാക്ക്. അതായത് ഓരോരുത്തരും ആ ബാങ്കിലേക്ക് തിരിച്ച് എത്ര രൂപ അടയ്ക്കുന്നു എന്ന് നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ എല്ലാവരും റെഡി അല്ലേ കണ്ടുപിടിക്കാൻ? ഓക്കെ, നമ്മുടെ ആദ്യത്തെ ആൾ ആരാണ്? സാബു ആണ്. സാബു എത്ര രൂപ എടുത്തിട്ടുണ്ട്? 4000 രൂപയാണ് നമ്മൾ ആ ബാങ്കിൽ നിന്ന് സാബു വാങ്ങിയിരിക്കുന്നത്. അപ്പം നമുക്ക് ആദ്യം സാബുവിൻ്റെ കണ്ടുപിടിക്കാം. സാബു എത്ര രൂപയാണ് എടുത്തത്? 4000 റുപ്പീസാണ് സാബു എടുത്തത്. അപ്പം നമ്മുടെ അടുത്ത് എന്താ പറഞ്ഞിരിക്കുന്നത്? 100 രൂപയ്ക്ക്, ഓരോ 100 രൂപയ്ക്കും എത്ര രൂപ കൂടുതൽ കൊടുക്കണം? 12 രൂപ. അപ്പം നമുക്കിനി എന്ത് കണ്ടുപിടിക്കാം? ഈ 4000 രൂപയിൽ എത്ര നൂറുകൾ ഉണ്ടെന്ന് നോക്കാം. നമ്മളത് എങ്ങനെയാണ് കണ്ടിരുന്നത്? 4000 ബൈ 100 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? എത്ര നൂറുകൾ ഉണ്ടെന്ന് കിട്ടും. അപ്പം എത്ര കിട്ടും ആൻസർ? 40. അതായത് 40 നൂറുകൾ കൂടിയിട്ടാണ് നമുക്ക് എത്ര കിട്ടുന്നത്? 4000 രൂപ കിട്ടുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ 40 ഇൻറ്റു എന്ത് ചെയ്യണം? ഓരോ 100 രൂപയ്ക്കും 12 രൂപ എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 40 നൂറുകളുണ്ട്. അപ്പോൾ 40 ഇൻറ്റു 12 എത്ര കിട്ടും? 480 റുപ്പീസാണ് കിട്ടുന്നത്. അപ്പോൾ നമ്മുടെ സാബു തിരിച്ചാ ബാങ്കിലേക്ക് പൈസ കൊടുക്കുമ്പോൾ എത്ര രൂപ കൂടുതൽ കൊടുക്കണം? അവൻ എടുത്തതിനേക്കാളും 480 രൂപ കൂടുതലായിട്ട് തിരിച്ചു കൊടുക്കണം. അപ്പോൾ ടോട്ടൽ എമൗണ്ട് എത്രയായിരിക്കും അവൻ തിരിച്ച് ബാങ്കിലേക്ക് കൊടുക്കുമ്പോൾ? മോർ എമൗണ്ട് he paid to the bank. എങ്ങനെയാ കണ്ടുപിടിക്കാം? അവൻ എടുത്ത പൈസ എത്രയാണ്? 4000 രൂപയാണല്ലേ. 4000 പ്ലസ് എന്ത് ചെയ്യണം? എത്ര രൂപ കൂടുതൽ കൊടുക്കണം? 480 രൂപ കൂടുതൽ കൊടുക്കണം. അപ്പോൾ എത്ര കിട്ടും നമുക്ക് ആൻസർ? 4480 റുപ്പീസാണ് നമ്മുടെ സാബു ആ ബാങ്കിലേക്ക് തിരിച്ച് പൈസ കൊടുക്കുമ്പോൾ കൊടുക്കേണ്ടത്. ക്ലിയർ ആയോ? ഇനി അടുത്ത ആളെ കണ്ടുപിടിക്കാം. ഓക്കെ, നമ്മുടെ അടുത്ത ആൾ ആരാണ്? സുമയാണല്ലേ. സുമ എത്ര രൂപ വാങ്ങിയിട്ടുണ്ട് ആ ബാങ്കിൽ നിന്ന്? 5500 രൂപ വാങ്ങിയിട്ടുണ്ട്. അപ്പം നമുക്കിനി സുമയുടെ കണ്ടുപിടിക്കാം. സുമയുടെയാണ് നമ്മളിനി കണ്ടുപിടിക്കാൻ പോകുന്നത്. സുമ എത്ര രൂപയാണ് ബാങ്കിൽ നിന്ന് എടുത്തത്? 5500 രൂപയാണല്ലേ. അപ്പോൾ നമ്മൾ എന്താ ആദ്യത്തെ സ്റ്റെപ്പിൽ ചെയ്തിരുന്നത്? ഈ 5500 രൂപയിൽ എത്ര നൂറുകൾ ഉണ്ടെന്ന് കണ്ടുപിടിച്ചു അല്ലേ. എങ്ങനെയാണ് കണ്ടുപിടിച്ചേ? 5500 ബൈ എന്ത് ചെയ്യാം? 100. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? എത്രയാണ് കിട്ടുന്നത്? 55 കിട്ടും അല്ലേ. അപ്പം 55 നൂറുകൾ കൂടി ചേർന്നിട്ടാണ് എന്താവുന്നത്? 5500 രൂപയാവുന്നത്. ഇനി എന്ത് കണ്ടുപിടിക്കാം? അവൾ എത്ര എമൗണ്ട് തിരിച്ചു കൊടുത്തു എന്ന്, കൂടുതൽ കൊടുത്തു എന്ന് കണ്ടുപിടിക്കാം അല്ലേ. 55 ഇൻറ്റു 12 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഈ സുമ എത്ര രൂപ അവൾ എടുത്തതിനേക്കാളും എത്ര രൂപ കൂടുതൽ കൊടുക്കണം എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് എത്രയാണ് ആൻസർ കിട്ടുന്നത്? 660 റുപ്പീസ്. അപ്പോൾ സുമ 660 റുപ്പീസ് കൂടുതൽ ആ ബാങ്കിലേക്ക് തിരിച്ചു കൊടുക്കണം. അപ്പോൾ ടോട്ടൽ അവൾ എത്രയാണ് തിരിച്ചു കൊടുക്കേണ്ടത്? 5500 പ്ലസ് എത്ര രൂപ കൂടുതൽ കൊടുക്കണം? 660. അപ്പോൾ എത്ര കിട്ടും ആൻസർ? 0616 6160 റുപ്പീസാണ് സുമ തിരിച്ച് ആ ബാങ്കിലേക്ക് കൊടുക്കണ്ടേ. ക്ലിയർ ആയോ? ഇനി അതുപോലെ തന്നെ നമുക്ക് രാജിയുടെയും നബീലിൻ്റെ എല്ലാം കണ്ടുപിടിച്ചൂടെ? അപ്പോൾ ആദ്യം നമ്മൾ എന്താ ചെയ്യുന്നത്? നമുക്ക് ആ എമൗണ്ടിൽ എത്ര 100ൻ്റെ നോട്ടുകൾ വരും എന്ന്, അല്ല എത്ര നൂറുകളാണ് അതിൽ വരുന്നത് എന്ന് കണ്ടുപിടിക്കും. അതായിട്ട് എന്ത് ചെയ്യും? ഓരോ 100നും 12 റുപ്പീസ് ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? ആ കിട്ടിയ ഉത്തരം ഇൻറ്റു എന്ത് ചെയ്യും? 12 ചെയ്യും. അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം? അവരെടുത്ത പൈസയും അവരെ കൂടുതൽ കൊടുക്കേണ്ട പൈസയും തമ്മിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ആൻസർ കിട്ടും. ക്ലിയർ ആയോ എല്ലാവർക്കും? ഓക്കെ, അപ്പോൾ നമ്മൾ ഡിസ്കൗണ്ട് സെയിലിൻ്റെ കണക്കുകളും അതേപോലെ തന്നെ ലോണുകളുടെ കണക്കുകളും എങ്ങനെ ചെയ്യാം എന്ന് പഠിച്ചല്ലേ. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നതാണ് പെർസെൻറ്റേജ്. അപ്പോൾ എന്താണ് പെർസെൻറ്റേജ് എന്നൊന്ന് നോക്കാം. ദ വേർഡ് പെർസെൻറ്റേജ് മീൻസ്, പെർ മീൻസ് എന്ന് വെച്ചാൽ എന്താണ്? ഈ പെർസെൻറ്റേജിലെ പെർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോർ ഈച്ച് എന്നാണ്. അതുപോലെ തന്നെ സെൻറ്റ് മീൻസ് എന്ന് വെച്ചാൽ എന്താ? 100 എന്നാണ്. ഇതെന്ന് പറയുന്നത് പെർസെൻറ്റേജ് എന്ന് പറയുന്ന ഈ ഒരു വേർഡ് ഡിറൈവ് ചെയ്തിരിക്കുന്നത് ഒരു ലാറ്റിൻ വേർഡിൽ നിന്നാണ്. അതായത് എന്താ ഉദ്ദേശിക്കുന്നത്? 100ൽ എത്ര, അങ്ങനെയാണ് നമ്മൾ പെർസെൻറ്റേജ് പറയുക. അപ്പോൾ നമുക്കൊരു പ്രോബ്ലം ചെയ്ത് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ മനസ്സിലാവും എന്താണ് പെർസെൻറ്റേജ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന്. അപ്പോൾ എന്താണ് നമ്മുടെ ചോദ്യം?
250 rupees reduction on every 1000 rupees was declared in textile shop. How much percentage is it? എന്താണ് ചോദിച്ചിരിക്കുന്നത്? അതായത് ഒരു ടെക്സ്റ്റൈൽ ഷോപ്പിൽ ഓരോ 1000 രൂപയ്ക്കും എത്ര രൂപ റിഡക്ഷൻ ഉണ്ട്? 250 രൂപ റിഡക്ഷൻ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ അവിടുത്തെ എന്താ കണ്ടുപിടിക്കേണ്ടത്? നമുക്ക് പെർസെൻറ്റേജ് ആണ് കണ്ടുപിടിക്കേണ്ടത്. എന്താ കണ്ടുപിടിക്കേണ്ടത്? പെർസെൻറ്റേജ്. എന്തായിരുന്നു പെർസെൻറ്റേജ് എന്നതുകൊണ്ട് മീൻ ചെയ്തത്? 100-ൽ എത്ര അല്ലേ? അപ്പോൾ നമുക്കത് എങ്ങനെ ചെയ്യാം? അതായത് ഓരോ 1000 രൂപയ്ക്കും 250 രൂപ ഡിസ്കൗണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? 250/1000 അല്ലേ? ഇവിടെ നോക്കിയേ, ഡിനോമിനേറ്ററിലും ന്യൂമറേറ്ററിലും ഓരോ സീറോസ് നമുക്ക് ക്യാൻസൽ ചെയ്ത് കളഞ്ഞൂടെ? അപ്പോൾ നമുക്ക് എത്ര കിട്ടി? 100-ൽ എന്നുള്ളൊരു അളവ് കിട്ടി അല്ലേ? നമ്മുടെ റേഷ്യോ എങ്ങനെ കിടക്കുന്നത്? ഡിനോമിനേറ്ററിൽ 100 ആണ് കിടക്കുന്നത്. അപ്പം 100-ൽ എത്രയാണ്? 25. ക്ലിയർ ആയോ എല്ലാവർക്കും? അപ്പോൾ അവിടുത്തെ പെർസെൻറ്റേജ് എത്രയായിരിക്കും വരാം? 25/100 എന്നാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അതായത് 100-ൽ 25%. ക്ലിയർ ആയോ? അപ്പോൾ അവിടുത്തെ പെർസെൻറ്റേജ് എത്രയാണ്? പെർസെൻറ്റേജ് ഈക്വൽ ടു എത്രയാണ്? 25. ഇനി ഈ പെർസെൻറ്റേജിനെ നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മാത്സിൽ യൂസ് ചെയ്യേണ്ടത് ഇങ്ങനൊരു സിമ്പിളാണ്. അപ്പോൾ നമ്മൾ ഇനി മുതൽ ഇങ്ങനൊരു സിമ്പിൾ കാണുമ്പോൾ നമുക്ക് അവിടെ എന്ത് മനസ്സിലാവും? പെർസെൻറ്റേജ് അളവാണ് തന്നിരിക്കുന്നത് എന്ന് മനസ്സിലാക്കണം. ക്ലിയർ ആയോ? എന്താണ് പെർസെൻറ്റേജ് എന്ന് എല്ലാവർക്കും മനസ്സിലായോ? ഓക്കെ, അപ്പോൾ നമ്മൾ പെർസെൻറ്റേജ് എന്താണെന്ന് പഠിച്ചല്ലേ? ഇനി പെർസെൻറ്റേജ് വെച്ച് ചെയ്യുന്ന പ്രോബ്ലംസ് നോക്കിയാലോ? എല്ലാവരും റെഡി അല്ലേ? എന്താണ് നമ്മുടെ ഒന്നാമത്തെ ചോദ്യം? Each month, Joseph donates 8% of his earning to the medical aid fund. എന്താണ് അവിടെ പറഞ്ഞിരിക്കുന്നത്? അവിടെ നമുക്കൊരു പെർസെൻറ്റേജ് അളവ് കാണാം അല്ലേ? എത്രയാ? 8%. അവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? ജോസഫ് അവൻ്റെ ഏണിങ്സിൽ നിന്നും ഒരു 8% എവിടേക്ക് കൊടുക്കും? മെഡിക്കൽ ഫണ്ടിലേക്ക് കൊടുക്കുകയാണല്ലേ? അങ്ങനെയാണെങ്കിൽ ഹി ഏൺഡ് 12,000 rupees. 12,000 രൂപ ആണ് അവന് ജനുവരിയിലെ ഏണിങ്സ്. അങ്ങനെയാണെങ്കിൽ ഹൗ മച്ച് ഷുഡ് ഹി ഡൊണേറ്റ് ദാറ്റ് മന്ത്? അപ്പോൾ ആ ഒരു മാസം അവൻ എത്ര രൂപ മെഡിക്കൽ ഫണ്ടിലേക്ക് കൊടുത്തിട്ടുണ്ടാവും എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, എങ്ങനെയാണ് നമുക്ക് കണ്ടുപിടിക്കുക? നമുക്ക് സിമ്പിളായിട്ട് നമ്മൾ ആദ്യം പഠിച്ചിട്ടുണ്ടായിരുന്നു. എന്ത് കണ്ടുപിടിച്ചാൽ മതി? നമ്മൾ പറഞ്ഞു പെർസെൻറ്റേജ് എന്ന് പറയുന്നത് 100-ൽ ഇത്ര, അതായത് 100-ൽ 8% വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് 12,000 എന്ന് പറഞ്ഞ ആ ഒരു എമൗണ്ടിൽ എത്ര 100കൾ ഉണ്ടെന്ന് നോക്കാം. അപ്പോൾ എങ്ങനെ കണ്ടുപിടിക്കുക? 12,000/100 എത്ര കിട്ടും? 120 കിട്ടും അല്ലേ? അതായത് ഓരോ 100-ലും 120 എന്നുള്ള രീതിയിലാണെങ്കിൽ എന്ത് കിട്ടും? 120 ഇൻറ്റു എത്രയാണ് തന്നിരിക്കുന്നത്? ഓരോ 100-ലും 8 വെച്ച് തന്നിരിക്കുന്നത്. അപ്പം 120 ഇൻറ്റു 8 ചെയ്താൽ നമുക്ക് എത്ര കിട്ടും? 960 റുപ്പീസ് ആണ് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ആൻസർ കിട്ടി. അപ്പോൾ എത്ര രൂപ അവൻ കൊടുത്തിട്ടുണ്ടാവും? 960 രൂപ മെഡിക്കൽ ഫണ്ടിലേക്കായിട്ട് കൊടുത്തിട്ടുണ്ടാവും. ഇതാണ് ഒരു സിമ്പിൾ മെത്തേഡ് നമ്മൾ തുടക്കത്തിൽ മനസ്സിലാക്കിയത്. ഇനി ഇതേ പ്രോബ്ലം തന്നെ നമുക്ക് വേറൊരു മെത്തേഡ് ഉപയോഗിച്ച് ചെയ്ത് നോക്കിയാലോ? ഓക്കെ, എങ്ങനെ ചെയ്യാം? അതായത് അവൻ ഏൺ ചെയ്ത പൈസ എത്രയായിരുന്നു? 12,000 റുപ്പീസ് ആയിരുന്നല്ലേ? ഇനി നമുക്ക് എന്ത് ചെയ്യാം? മൾട്ടിപ്ലൈഡ് ബൈ. പിന്നെ എന്താണ് ചെയ്യേണ്ടത്? പെർസെൻറ്റേജ് തന്നിട്ടുണ്ടല്ലേ? നമ്മൾ എങ്ങനെയാ പെർസെൻറ്റേജ് ചെയ്താ? 100-ൽ 8 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? 8/100 എന്ന് എഴുതിക്കൂടെ? ഇനി നമുക്കിത് എങ്ങനെ ചെയ്യാം? അതായത് 12,000 എന്ത് ചെയ്താൽ മതി? ഡയറക്റ്റ് മൾട്ടിപ്ലിക്കേഷൻ ആണല്ലേ? ഇൻറ്റു 8 ഓൾ ഡിവൈഡഡ് ബൈ 100 വരും. ക്ലിയർ ആയോ? അപ്പോൾ എത്ര കിട്ടും? ഓക്കെ, 96,000/100 കിട്ടി. ഇനി എന്ത് ചെയ്യാം? നമുക്ക് കോമൺ ആയിട്ടുള്ള സീറോസ് കട്ട് ചെയ്ത് കളയാം. ബാക്കി എത്ര വന്നു നമുക്ക്? 960 റുപ്പീസ്. അപ്പോൾ രണ്ട് ആൻസർ നമുക്ക് എന്താ? സെയിം ആണ് കിട്ടി. അപ്പോൾ ഇതിൽ ഏത് മെത്തേഡ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എളുപ്പമുള്ള മെത്തേഡ് ഉപയോഗിച്ച് കണക്കിൻ്റെ ആൻസർ കണ്ടുപിടിക്കുക. ക്ലിയർ ആയോ എല്ലാവർക്കും? ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ കുറച്ച് ആക്ടിവിറ്റീസ് ചെയ്ത് നോക്കിയാലോ? ഓക്കെ, എന്താണ് നമ്മുടെ ചോദ്യം? നമുക്കിവിടെ ഒരു പിക്ചർ തന്നിട്ടുണ്ടല്ലേ? എന്താണ് ആ പിക്ചറിൽ കാണിച്ചിരിക്കുന്നത്?
ഒരു ഡ്രസ്സ് കടയാണല്ലേ. ഡ്രസ്സ് കടയുടെ ഫ്രണ്ടിൽ ഒരു ബോർഡ് ഉണ്ടല്ലോ, എന്താണ് 30% ഓഫ് ഓൺ ഓൾ ഐറ്റംസ്. അതായത് അവിടെ നിന്ന് ഏത് ഡ്രസ്സ് എടുത്താലും എന്താണ് പറഞ്ഞിരിക്കുന്നത്, 30% റിഡക്ഷൻ ഉണ്ട്, കിഴിവുണ്ട്. അതായത് നമ്മൾ ആ ഡ്രസ്സിൻ്റെ 30% പൈസ കുറച്ച് കൊടുത്താൽ മതി. അപ്പോൾ അവിടെ എന്താണ് നമ്മുടെ ചോദ്യം? ഷീല ബോട്ട് ക്ലോത്ത്സ് വർത്ത് 1800 rupees. ഹൗ മച്ച് ഷുഡ് ഷീ പേ? അതായത് നമ്മുടെ ഷീല ഈ ഡ്രസ്സ് കടയിൽ ഡ്രസ്സ് വാങ്ങാൻ പോയി. അവളൊരു 1800 രൂപയുടെ ഡ്രസ്സാണ് എടുത്തത്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ഡിസ്കൗണ്ട് സെയിൽ അനുസരിച്ചിട്ട് അവൾ എത്ര രൂപ തിരിച്ച് ആണ് കൊടുക്കേണ്ടത്, എത്ര രൂപയാണ് അവൾ ആ ഡ്രസ്സിന് കൊടുക്കേണ്ടത് എന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ എല്ലാവരും റെഡി അല്ലേ? ഓക്കെ. അപ്പോൾ ഷീല വാങ്ങിയ ഡ്രസ്സിന്റെ എമൗണ്ട് എത്രയായിരുന്നു? എമൗണ്ട് എത്രയായിരുന്നു? 1800 റുപ്പീസ് ആയിരുന്നല്ലേ. ഓക്കെ. അവിടെ എന്താ പിന്നെ പറഞ്ഞിരിക്കുന്നത്? 30% ഓഫ്, 30% കുറവാണ്. അപ്പോൾ പെർസെൻറ്റേജ് എത്രയാണ് തന്നിരിക്കുന്നത്? 30%. നമുക്ക് എങ്ങനെയാണ് കണ്ടുപിടിക്കുക ഷീല എത്ര രൂപയാണ് ആ ഡ്രസ്സിന് കൊടുത്തിട്ടുണ്ടാവുക എന്നെങ്ങനെ കണ്ടുപിടിക്കാം? അതായത് 1800 മൾട്ടിപ്ലൈഡ് ബൈ, നമ്മൾ പെർസെൻറ്റേജ് എപ്പോഴും പറയുന്നത് എങ്ങനെയാ? 100-ൽ ആണ് വെച്ച് നമ്മൾ അളവ് പറയുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? 100-ൽ എത്രയാണ്? 30. അപ്പോൾ എന്ത് കൊടുക്കാം? 30/100 എന്ന് കൊടുത്തൂടെ? ഓക്കെ. ഇതിന് നമുക്കിനി എങ്ങനെ എഴുതാം? 1800 ഇൻറ്റു 30/100 എഴുതിക്കൂടെ? ഓക്കെ. ഇനി നമുക്കിനി എന്ത് ചെയ്യാം? ഈ 1800-നെ 30 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 54,000 കിട്ടിയോ? 54,000 എല്ലാവർക്കും. ഓക്കെ. ഈ 1800-നെ 30 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ നമുക്ക് എത്ര കിട്ടി? 54,000 കിട്ടി. ഓൾ ഡിവൈഡഡ് ബൈ എന്ത് ചെയ്യാം? 100. ഇനി ഇവിടെ എന്താ ചെയ്യുക? കോമൺ ആയിട്ടുള്ള സീറോസ് നമുക്ക് കട്ട് ചെയ്യാം അല്ലേ. അപ്പോൾ ഈ 0 കട്ട് ചെയ്തു, ഇവിടെ നിന്ന് 2 0 കട്ട് ചെയ്തു. അപ്പോൾ എത്ര രൂപയായി? 540 രൂപ. അപ്പോൾ എത്ര രൂപ അവൾക്ക് കുറവ് കിട്ടി? റിഡക്ഷൻ അവൾക്ക് എത്ര രൂപ കിട്ടി? 540 രൂപ. ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? 1800 രൂപയായിരുന്നു ആ ഡ്രസ്സിന്റെ വില എന്ന് പറയുന്നത്. അതിൽ എത്ര രൂപ അവൾക്ക് റിഡക്ഷൻ കിട്ടി? 540 രൂപ അവൾക്ക് ഡിസ്കൗണ്ട് കിട്ടി. ഓക്കെ. അങ്ങനെയാണെങ്കിൽ എത്ര എമൗണ്ട് ആയിരിക്കും കൊടുത്തിട്ടുണ്ടാവുക? എമൗണ്ട് ഷീ പെയ്ഡ്. എങ്ങനെ കണ്ടുപിടിക്കാം? അതായത് ഒറിജിനൽ വില 1800-ൽ നിന്നും എന്ത് ചെയ്താൽ മതി? -540 ചെയ്താൽ മതി. അപ്പോൾ എത്ര കിട്ടും നമുക്ക്? 1260 റുപ്പീസ്. അപ്പോൾ ഷീലയ്ക്ക് 1800 രൂപയ്ക്കുള്ള ഡ്രസ്സ് എത്ര രൂപയ്ക്ക് കിട്ടി? 1260 രൂപയ്ക്ക് കിട്ടി. ക്ലിയർ ആയോ എല്ലാവർക്കും ഈ പ്രോബ്ലം? ഓക്കെ. ഇനി ഇതുപോലെ പെർസെൻറ്റേജ് വെച്ച് ചെയ്യുന്ന വേറെ 2 പ്രോബ്ലം നോക്കിയാലോ? ഓക്കെ. എന്താണ് നമ്മുടെ ചോദ്യം? ജോണി സേവ് 15% ഓഫ് ഹിസ് ഏണിങ്സ് ഈച്ച് മന്ത്. ജോണി അവൻ്റെ ഓരോ മാസത്തെ ഏണിങ്സിൽ നിന്നും എത്ര പെർസെൻറ്റേജ് സേവ് ചെയ്ത് വെക്കും, സൂക്ഷിച്ച് വെക്കും? 15% സേവ് ചെയ്ത് വെക്കും. ഇൻ ജനുവരി ഹി ഗോട്ട് 32,000 rupees. ഹൗ മച്ച് വുഡ് ഹി സേവ്? എന്താണ് പറഞ്ഞിരിക്കുന്നത്? ജനുവരി മാസത്തിൽ 32,000 രൂപയാണ് ജോണിക്ക് കിട്ടിയത്. അങ്ങനെയാണെങ്കിൽ ജോണിയുടെ കണക്ക് പ്രകാരം 15% ജോണി എന്ത് ചെയ്യണം? സേവ് ചെയ്ത് വെക്കണം. അങ്ങനെയാണെങ്കിൽ എത്ര രൂപ ആ മാസം സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടാകും എന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ എങ്ങനെ കണ്ടുപിടിക്കാം? നമുക്ക് എത്ര പെർസെൻറ്റേജ് ആണ് തന്നിട്ടുണ്ട്? 15% ആണ് തന്നിട്ടുണ്ട്. എത്ര രൂപയാണ് ടോട്ടൽ അവന് കിട്ടിയിരിക്കുന്നത്? 32,000 റുപ്പീസ് ആണല്ലേ. അപ്പോൾ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? സേവിങ്സ് എന്താണ് നമ്മൾ ചെയ്യാറ്? എമൗണ്ട് 32,000 ഇൻറ്റു എന്ത് ചെയ്യും? പെർസെൻറ്റേജ് 15 ബൈ, നമ്മളെപ്പോഴും പെർസെൻറ്റേജ് എങ്ങനെ എഴുതാ? ഡിവൈഡഡ് ബൈ 100-ലാണല്ലേ എഴുതാ. ഓക്കെ. ഇത് നമുക്ക് എങ്ങനെ ചെയ്യാം? 32,000 ഇൻറ്റു 15 ബൈ 100 എഴുതിക്കൂടെ? ഇവിടെ നമുക്ക് ഇനി എന്ത് ചെയ്യാം? ഈ 32,000-ന് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യണം? 15 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ നമുക്ക് എത്രയാണ് കിട്ടുന്നത്? 4,800. 4,800 ആണോ എത്ര കിട്ടുന്നത്?
എത്ര കിട്ടും? 4800 2 0 കൂടെ കൂട്ടി വരും, ഡിവൈഡഡ് ബൈ 100. ഇനി എന്ത് ചെയ്യാം? 2 സീറോസ് കോമൺ ആയിട്ട് വരും, നമുക്ക് എന്ത് ചെയ്യാം? കട്ട് ചെയ്ത് കളയാം. അപ്പോൾ എത്ര കിട്ടും നമുക്ക് ആൻസർ? 4800 റുപ്പീസ് ആണ് കിട്ടുന്നത്. ഇതെന്താണ്? നമ്മുടെ ജോണിയുടെ സേവിങ്സ് ആണ്. എന്ത്? 4800 റുപ്പീസ്. അതായത് എന്താ ഉദ്ദേശിക്കുന്നത്? ഈ 32,000 റുപ്പീസിൽ 4800 റുപ്പീസ് ജോണി എന്ത് ചെയ്ത് വെച്ചിട്ടുണ്ടാവും? എടുത്ത് വെച്ചിട്ടുണ്ടാവും, സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ക്ലിയർ ആയോ? അപ്പോൾ ഇനി നമുക്ക് വേറൊരു പ്രോബ്ലം ചെയ്ത് നോക്കിയാലോ? എല്ലാവരും റെഡി അല്ലേ? ഓക്കെ. എന്താണ് നമ്മുടെ അടുത്ത ചോദ്യം? എ TV manufacturer decided to raise prices by 5% next month. അതായത് ഒരു TV മാനുഫാക്ചർ ചെയ്യുന്ന കമ്പനിയിൽ അവരുടെ ടിവിയുടെ എമൗണ്ട് ഒരു 5% കൂട്ടാൻ തീരുമാനിക്കുകയാണ്. ദ പ്രൈസ് ഓഫ് എ മോഡൽ ഈസ് 26,000 റുപ്പീസ്. അതായത് ആ ഒരു മോഡലിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 26,000 രൂപയാണ്. അങ്ങനെയാണെങ്കിൽ വാട്ട് വുഡ് ബി ഇറ്റ്സ് പ്രൈസ് നെക്സ്റ്റ് മന്ത്? അടുത്ത മാസം എത്ര രൂപയാവും ആ ഒരു മോഡലിൻ്റെ പൈസ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഒറിജിനൽ പൈസ എത്രയായിരുന്നു? 26,000 റുപ്പീസ് ആയിരുന്നു അല്ലേ? അതിൽ എത്ര പെർസെൻറ്റേജ് ആണ് അവർ കൂട്ടാൻ തീരുമാനിച്ചത്? 5% ആണ് അല്ലേ? അപ്പോൾ നമുക്ക് എങ്ങനെ ചെയ്യാം? 5/100 ചെയ്യാം. ക്ലിയർ ആയോ? ഓക്കെ. ഇനി നമുക്കിത് എങ്ങനെ എഴുതാം? 26,000 into 5/100 എത്ര കിട്ടും? 26,000 into 5 എത്രയാണ് ആൻസർ കിട്ടുന്നത്? 1 3 എത്ര സീറോസ് വരും? 4 സീറോസ് വരും അല്ലേ? ഓക്കെ, ആൻസർ കിട്ടിയോ? ഓക്കെ, ഡിവൈഡഡ് ബൈ 100 എഴുതിക്കൂടെ? അപ്പം നമ്മളിവിടെ എന്താ ചെയ്തേ? ഈ 26,000 into 5 ചെയ്തു. അതിൻ്റെ ആൻസർ നമ്മളിവിടെ എഴുതി. ഡിവൈഡഡ് ബൈ എന്ത് എഴുതി? 100 എഴുതി. ഇനി നമ്മൾ എന്താ ചെയ്യുക? കോമൺ ആയിട്ട് വരുന്ന 2 സീറോസിന് നമുക്ക് അങ്ങോട്ട് മാറ്റി നിർത്താം. അപ്പം നമുക്ക് എത്ര കിട്ടി? 1300 റുപ്പീസ് കിട്ടി. നമ്മുടെ ആൻസർ കഴിഞ്ഞോ? നമ്മുടെ ആൻസർ ഇല്ല. ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? അപ്പോഴുള്ള ആ നെക്സ്റ്റ് മന്ത് ആ ടിവിയുടെ പ്രൈസ് എത്രയാണെന്ന് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എത്ര എമൗണ്ട് കൂടുതലുണ്ടാവും എന്നാണ് നമ്മളിപ്പോൾ കണ്ടുപിടിച്ചത്. അപ്പോൾ എത്ര എമൗണ്ട് കൂടുതലുണ്ട്? 1300 രൂപ കൂടുതലുണ്ട്. കഴിഞ്ഞ മാസത്തേക്കാളും എത്ര രൂപ കൂടുതലുണ്ട്? 1300 രൂപ ആ ഒരു മോഡൽ ടി വിക്ക് കൂടുതലുണ്ട്. അപ്പോൾ എത്ര രൂപ കൂടുതലുണ്ട് നമുക്ക് കണ്ടുപിടിക്കണമല്ലോ. അപ്പോൾ എങ്ങനെ കണ്ടുപിടിക്കാം? പ്രൈസ് ഓഫ് ടി വി നെക്സ്റ്റ് മന്ത്. എന്ത് ചെയ്താൽ മതി? അതിൻ്റെ മുന്നുണ്ടായിരുന്ന പൈസ 26,000 പ്ലസ് എന്ത് ചെയ്യാം? 1300. അപ്പോൾ എത്ര കിട്ടും ആൻസർ? ഇതിൻ്റെ ആൻസർ എത്രയാണ് കിട്ടുന്നത്? 0.0372. 27,300 കിട്ടിയില്ലേ? ക്ലിയർ ആയോ എല്ലാവർക്കും? അപ്പോൾ ഈ ഒരു കേസിൽ നമ്മൾ എത്ര എമൗണ്ട് കൂടുതൽ കിട്ടിയെന്ന് മാത്രമല്ല കണ്ടുപിടിക്കുന്നത്, ടോട്ടൽ എത്ര എമൗണ്ട് വരും എന്നാണ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു മെത്തേഡ് ചെയ്യുന്നത് എന്തിനാ? എത്ര എമൗണ്ട് കൂടുതൽ വരും എന്നുള്ള കണക്കാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ടി വിയുടെ പൈസ ആദ്യം പറഞ്ഞിരിക്കുന്നത് എത്രയാണ്? 26,000 ആണല്ലേ? ഈ 26,000-നേക്കാളും എത്ര രൂപ കൂടുതലുണ്ട്? 1300 രൂപ കൂടുതലുണ്ട് അല്ലേ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ ആ മാസത്തെ ആ ടി വിയുടെ പൈസ എത്ര വരും? നമ്മുടെ ഒറിജിനൽ പ്രൈസ് പ്ലസ് കൂട്ടിയ എമൗണ്ടും കൂടെ കൂട്ടുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 27,300 കിട്ടും അല്ലേ? ക്ലിയർ ആയോ എല്ലാവർക്കും? ഓക്കെ. ഇനി പെർസെൻറ്റേജ് വെച്ച് തന്നെ വരുന്ന വേറൊരു പ്രോബ്ലം നമുക്ക് ചെയ്ത് നോക്കാം. എന്താണ് നമ്മുടെ ചോദ്യം? എ കാർ മാനുഫാക്ചറർ ഡിസൈഡഡ് ടു ലോവർ പ്രൈസസ് ബൈ 2% ഫ്രം നെക്സ്റ്റ് മന്ത്. എന്താണ്? ഒരു കാർ മാനുഫാക്ചർ കമ്പനി നൽകുന്ന ഓഫർ ആണല്ലേ? എന്താണ് അവരെന്താ ചെയ്യുന്നത്? ലോവർ എന്താണ് പറഞ്ഞിരിക്കുന്നത്? കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. ഇത്ര നേരം നമ്മൾ എന്താ പറഞ്ഞിരിക്കുന്നത്? കൂട്ടി, ഇത്ര പെർസെൻറ്റേജ് കൂട്ടിയാണ് വാങ്ങുന്നത് എന്നാണ് പറഞ്ഞിരുന്നത്. ഇവിടെ എന്താ? ആ കാറിൻ്റെ മാനുഫാക്ചർ കമ്പനി എന്ത് ചെയ്യാണ്? ഒരു 2% എമൗണ്ട് കുറച്ച് കൊടുക്കുകയാണ് കാറ്. അങ്ങനെയാണെങ്കിൽ വാട്ട് വുഡ് ബി ദ പ്രൈസ് ഓഫ് നെക്സ്റ്റ് മന്ത് ഓഫ് എ കാർ നൗ പ്രൈസ്ഡ് അറ്റ് എത്രയാ? 2,50,000 റുപ്പീസ്. അതായത് 2,50,000 റുപ്പീസ് ഉള്ളൊരു കാറ് 2% ഡിസ്കൗണ്ടിൽ കുറച്ച് കൊടുക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ എത്രയായിരിക്കും ആ കാറിൻ്റെ വില എന്ന് കണ്ടുപിടിക്കണം. എങ്ങനെ കണ്ടുപിടിക്കാം? എല്ലാവർക്കും എങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ളൊരു ഐഡിയ വന്നിട്ടുണ്ടാവല്ലോ. നമുക്കൊന്ന് നോക്കാം എങ്ങനെ കണ്ടുപിടിക്കുക എന്ന്. ഓക്കെ, അപ്പോൾ എങ്ങനെ കണ്ടുപിടിക്കുന്നത്? നമ്മൾ കാറിൻ്റെ എമൗണ്ട് എഴുതി,
2,50,000 സീറോസ് ഒന്നും മിസ്സാക്കരുത്, നോക്കി ചെയ്യണം കേട്ടോ. ഇൻറ്റു എന്ത് ചെയ്യാം, എത്രയാണ് നമ്മുടെ പെർസെൻറ്റേജ്? 2/100. ഇതിനെ നമുക്ക് എങ്ങനെ ചെയ്യാം? ഈ 2,50,000 ഇൻറ്റു 2 ചെയ്യാം അല്ലേ. അപ്പം നമുക്ക് എത്ര കിട്ടും? 5 lakh കിട്ടുമല്ലോ. കിട്ടിയോ ആൻസർ? കിട്ടിയോ? എത്ര കിട്ടും? 5,0,0,0. എത്ര കിട്ടി? 5 lakh കിട്ടിയോ? ഡിവൈഡഡ് ബൈ എന്ത് കിട്ടും? 100. എന്ത് ചെയ്യാം? 2 സീറോസ് നമുക്ക് കളയാം. എത്ര കിട്ടും? 5,000 rupees. അപ്പം എത്ര രൂപ കുറഞ്ഞിട്ടുണ്ടാവും ആ കാറിന്? 5,000 rupees കുറവാണ് ആ കാറിന്. അങ്ങനെയാണെങ്കിൽ പ്രൈസ് ഓഫ് കാർ നെക്സ്റ്റ് മന്ത് കണ്ടുപിടിച്ചൂടെ? പ്രൈസ് ഓഫ് കാർ ഇൻ നെക്സ്റ്റ് മന്ത് എങ്ങനെ കണ്ടുപിടിക്കാം? എന്ത് ചെയ്താൽ മതി? കാറിന്റെ പ്രൈസ് എത്രയായിരുന്നു? കഴിഞ്ഞ മാസത്തെ പ്രൈസ് എത്രയായിരുന്നു? 2,50,000 ആയിരുന്നു. മൈനസ് എത്ര രൂപ കുറവുണ്ട്? 5,000 രൂപ കുറവുണ്ടല്ലേ. അപ്പൊ എത്ര കിട്ടും നമുക്ക് ആൻസർ? 2,45,000 rupees. ക്ലിയർ ആയോ? അപ്പോൾ 2,50,000 റുപ്പീസിൻ്റെ കാറ് നമുക്ക് എത്ര രൂപയ്ക്കാണ് കിട്ടിയത്? 2,45,000 റുപ്പീസിന് നമുക്ക് വാങ്ങാൻ പറ്റി. ക്ലിയർ ആയോ? ഓക്കെ, മനസ്സിലായോ? ഇനി നമുക്ക് വേറൊരു പ്രോബ്ലം ചെയ്ത് നോക്കാം. എ കമ്പനി പേയ്സ് 8% ഓഫ് എ മന്ത് സാലറി ആസ് എ ഫെസ്റ്റിവൽ അലവൻസ്. അതായത് ഒരു കമ്പനിയിൽ ഫെസ്റ്റിവലിനോടനുബന്ധിച്ച് ഒരു 8% എന്ത് ചെയ്യാണ്? കൂടുതൽ കൊടുക്കുകയാണ് കേട്ടോ. How much festivals allowance would a person whose salary is 12,875 rupees? അതായത് അവിടുത്തെ ഒരു പേഴ്സൻ്റെ സാലറി എന്ന് പറയുന്നത് 12,875 12,875 രൂപയാണെങ്കിൽ 8% ഫെസ്റ്റിവൽ പ്രമാണിച്ച് എന്ത് ചെയ്യാണ്? കുറച്ച് എമൗണ്ട് കൂടുതൽ കൊടുക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ അങ്ങനെ ഈ ആൾക്ക് എത്ര രൂപ നമുക്ക് കൂടുതൽ കിട്ടുമെന്ന് കണ്ടുപിടിക്കണം. എങ്ങനെ കണ്ടുപിടിക്കാം? ആ ഒരു പേഴ്സൻ്റെ എമൗണ്ട് എഴുതാം. 12,875 ഇൻറ്റു എത്ര പെർസെൻറ്റേജ് ആണ്? 8% ആണല്ലേ. 8/100 ഈക്വൽ ടു എത്ര വരും ആൻസർ? ഇവിടെ നമുക്കിനി എങ്ങനെ എഴുതാം? 12,875 ഇൻറ്റു 8/100 എത്ര കിട്ടും ആൻസർ? എത്ര കിട്ടും ആൻസർ? 103,000/100 കിട്ടിയോ ഈ ആൻസർ? ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എത്രയാണ് ആൻസർ കിട്ടുന്നത്? ദിസ് ബൈ 100 നമുക്ക് എന്ത് ചെയ്യാം? കോമൺ ആയിട്ടുള്ള 2 സീറോസ് കട്ട് ചെയ്ത് കളയാം അല്ലേ. അപ്പോൾ നമുക്ക് എത്ര കിട്ടിയ ആൻസർ? 1030 rupees കിട്ടിയല്ലേ. അപ്പോൾ എത്ര രൂപ കിട്ടിയിട്ടുണ്ടാവും? ഫെസ്റ്റിവൽ അലവൻസ് പ്രമാണിച്ച് എത്ര രൂപ കൂടുതൽ കിട്ടി? 1030 rupees കൂടുതൽ കിട്ടി. അപ്പോൾ എത്ര രൂപ ഇനി അവന് കിട്ടും ടോട്ടലായിട്ട്? എങ്ങനെ കണ്ടുപിടിക്കാം? ടോട്ടൽ എമൗണ്ട് ഹി ഗെറ്റ് എങ്ങനെ കണ്ടുപിടിക്കാം? എന്ത് ചെയ്താൽ മതി? 12,875 പ്ലസ് 1030 rupees ചെയ്താൽ മതി. ഇവിടെ നമുക്ക് ഇത് കണ്ടുപിടിക്കേണ്ട ആവശ്യമുണ്ടോ? നമുക്ക് ശരിക്കും എന്താ കണ്ടുപിടിക്കണ്ടേ? എത്ര രൂപ ഫെസ്റ്റിവൽ അലവൻസ് ആയി കിട്ടിയെന്ന് മാത്രം കണ്ടുപിടിച്ചാൽ പോരെ. അപ്പോൾ നമുക്ക് ആൻസർ എവിടം വരെ കണ്ടുപിടിച്ചാൽ മതി? ഇവിടം വരെ ആൻസർ കണ്ടുപിടിച്ചാൽ മതി. ക്ലിയർ ആയോ? അപ്പോൾ ഓരോ ക്വസ്റ്റ്യനിലും ഡിഫറെൻ്റ് ആയിട്ടായിരുന്നു. അപ്പോൾ നമ്മൾ ചെയ്തതിൽ ഒരു ക്വസ്റ്റ്യനിൽ കൂട്ടി കൊടുക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ കാറിൻ്റെ ക്വസ്റ്റ്യൻ ചെയ്തപ്പോൾ എന്തായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്? കുറച്ച് കൊടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ എന്താ ചെയ്തത്? അവിടെ മൈനസ് ആണ് അല്ലേ, സബ്സ്ട്രാക്ഷൻ ആണ് ചെയ്തത്. ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? ഒരു പർട്ടിക്കുലർ എമൗണ്ട് കൂടുതൽ കൊടുക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അവിടെ എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? അഡീഷൻ അല്ലേ, പ്ലസ് ആണ് ചെയ്യേണ്ടത്. ക്ലിയർ ആയോ എല്ലാവർക്കും? അപ്പോൾ ഓരോ പ്രോബ്ലം തരുമ്പോഴും ശ്രദ്ധിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എളുപ്പത്തിൽ പഠിച്ചെടുക്കാൻ പറ്റുന്ന ഒരു ചാപ്റ്ററാണ് നമ്മുടെ ഈ ഒരു ചാപ്റ്റർ. അപ്പോൾ എല്ലാവർക്കും ചാപ്റ്റർ ഇഷ്ടപ്പെട്ടോ? ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് പെർസെൻറ്റേജിൽ തന്നെ വരുന്ന വേറൊരു ഡിഫറെൻറ്റ് പ്രോബ്ലം ചെയ്ത് നോക്കാം. Another percent
there are 40 children in a class and 50% of them are boys. എന്താ പറഞ്ഞിരിക്കുന്നത്? ഒരു ക്ലാസ്സിൽ എത്ര ചിൽഡ്രൻസ് ഉണ്ട്? മൊത്തം 40 കുട്ടികളുണ്ടല്ലേ. അതിൽ എത്ര പെർസെൻറ്റേജ് ആണ് ബോയ്സ്? 50%. 50 ബോയ്സ് എന്നല്ല പറഞ്ഞിരിക്കുന്നത്. എത്ര പറഞ്ഞിരിക്കുന്നത്? 50% എത്ര പേരാണ്? ബോയ്സ് ആണ് എന്നുണ്ടെങ്കിൽ ഹൗ മെനി ബോയ്സ് ആർ ദെയർ ഇൻ ദ ക്ലാസ്? അങ്ങനെയാണെങ്കിൽ ആ ക്ലാസ്സിൽ എത്ര ബോയ്സ് ഉണ്ടെന്ന്, എത്ര നമ്പർ ഓഫ് ബോയ്സ് ഉണ്ടെന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ കണ്ടുപിടിക്കാം. നമുക്ക് ഇവിടെ എന്താ തന്നിരിക്കുന്നത്? ടോട്ടൽ 40 ചിൽഡ്രൻ ആണ് ഉള്ളത് അല്ലേ. ടോട്ടൽ ആദ്യം എഴുതും, മൾട്ടിപ്ലൈഡ് എന്ത് ചെയ്യും? നമുക്ക് എത്ര പെർസെൻറ്റേജ് തന്നിരിക്കുന്നത്? 50% ആണല്ലേ. അപ്പോൾ 50 ബൈ എന്ത് ചെയ്യും? നമ്മൾ എന്താ പെർസെൻറ്റേജ് എഴുതാ? ഡിവൈഡഡ് ബൈ 100 എന്ന് എഴുതും അല്ലേ. അപ്പോൾ എന്ത് കിട്ടും? നമുക്ക് എന്ത് ചെയ്യാം? 40 × 50 ബൈ 100 എഴുതിക്കൂടെ? അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 40 × 50 ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 2000 ഡിവൈഡഡ് ബൈ 100. കിട്ടിയോ എല്ലാവർക്കും? ഈ ഒരു സ്റ്റെപ്പ് കിട്ടിയോ എല്ലാവർക്കും? ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം? കോമൺ ആയിട്ടുള്ള 2 സീറോസ് കട്ട് ചെയ്ത് കളഞ്ഞൂടെ? അപ്പോൾ നമുക്ക് ലാസ്റ്റ് എന്ത് കിട്ടി? 20 അല്ലേ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ബോയ്സിൻ്റെ എണ്ണം എത്രയാണ്? നമ്പർ ഓഫ് ബോയ്സ് എത്രയാണ്? 20. അപ്പോൾ ആ ക്ലാസ്സിൽ എത്ര ബോയ്സ് ഉണ്ട്? 20 ബോയ്സ് ഉണ്ട്. ക്ലിയർ ആയോ? അപ്പോൾ ഓക്കെ, ഇനി നമുക്ക് ഇതുപോലെ വരുന്ന കുറച്ചുകൂടെ പ്രോബ്ലംസ് ചെയ്ത് നോക്കിയാലോ? എല്ലാവരും റെഡി അല്ലേ?